പാറക്കുട്ടി മീഡിയയിലേക്ക് എല്ലാവരെയും സസ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾക്ക് ആകാരത്തിന്റെ 7ാമത്തെ എക്സസൈസിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്ക് 2-3 വാമിംഗ് അപ്പിന്റെ എക്സസൈസ് ചെയ്യാം. ഈ പൊസിഷനിൽ നമ്മൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾക്ക് നോർമലായിട്ടുള്ള 2-3 എക്സസൈസുകൾ നമുക്കിതിലേക്ക് ചെയ്യാം. ഇന്ന് നമ്മൾ ആകാരത്തിന്റെ 7ാമത്തെ എക്സസൈസ് മുതുക് ഭാഗത്തിനുള്ള എക്സസൈസ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മൾക്ക് 1-2 സ്ട്രെച്ചിങ്ങും 1-2 ജോഗിങ്ങും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ഈ എക്സസൈസ് നമ്മൾക്ക് ചെയ്യാം. ഇന്നലെ ബൈ കൗണ്ടിലാണ് ഞാൻ കാണിച്ചത്. ഇന്ന് അല്പം കൂടെ നമുക്ക് സ്പീഡിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇത് ചെയ്യാം. ഈ എക്സസൈസ് നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊരു സ്ട്രെച്ചിങ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ഹാഫ് ബെൻഡിങ് ചെയ്യാം. ഫുള്ളായിട്ട് ഒരു ബെൻഡിങ് ചെയ്യാം. ഇത്രയും നോർമലായിട്ടുള്ള എക്സസൈസ് ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഈ ബാക്ക് സൈഡ് ലിപ്സിന്റെ എക്സസൈസ് ആണ്. നമുക്ക് ഈ ബോഡിക്ക് നന്നായി ഒരു സൈഡിലേക്കുള്ള ഒരു ടേണിങ് വേണം. ഇങ്ങനെ ചെയ്യുക. കാല് ഉറപ്പിച്ചുകൊണ്ട് നമ്മളുടെ ബോഡിയെ പുറകിലേക്ക് വളച്ച് അപ്പുറത്തെ സൈഡിലേക്ക്, ഇടത് സൈഡിൽ നിന്നും വലത് സൈഡിലേക്ക് നമ്മൾ നോക്കുക. ബോഡിയെ ടേൺ ചെയ്തുകൊണ്ട്. ഇത്രയും മതിയാകും നമ്മൾക്ക് ഈ എക്സസൈസിലേക്ക്. അപ്പൊ നമ്മളെ ബാക്ക് സൈഡിലെ എക്സസൈസിലേക്ക് പോവുകയാണ്. ഈ എക്സസൈസിന്റെ പേര് ബാക്ക് സൈഡ് ലിപ്സ്. ഇങ്ങനെ നമ്മളെ ഈ മാറ്റിലേക്ക് ഇങ്ങനെ കിടക്കുക. ഇങ്ങനെ കിടന്നതിന് ശേഷം നമ്മളുടെ ബോഡി ഇങ്ങനെ കംപ്ലീറ്റ് നിലത്ത് ഉറപ്പിച്ച് കൈകൾ രണ്ടും ഇങ്ങനെ വെച്ച് തല ഈ കൈയുടെ മുകളിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മളുടെ കാല് നേരെ സ്ട്രൈറ്റിൽ പിടിച്ചുകൊണ്ട് കാലിനെ ആദ്യമേ നമ്മൾ വലത് കാല് പൊക്കി കാലിന്റെ നീ ബെൻഡ് ചെയ്യാത്ത നീ സ്ട്രൈറ്റ് ആക്കിക്കൊണ്ട് കാലിന്റെ ടോ സ്ട്രൈറ്റ് ചെയ്ത് നേരെ മുകളിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് സൈഡിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് സൈഡിലേക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വലിച്ചു പിടിക്കുക. ഈ പൊസിഷൻ ഒന്നുകൂടെ കാണിക്കുന്നു. കാലിന്റെ ലെഗ് നല്ല സ്ട്രൈറ്റ് ആയി പിടിച്ചുകൊണ്ട് മുട്ടുകൾക്ക് വളവില്ലാതെ മുട്ടുകൾ നല്ല സ്ട്രൈറ്റ് ആക്കിക്കൊണ്ട് കാലിന്റെ ടോ നേരെ മുന്നിലേക്ക് നീട്ടി വലിച്ച് നേരെ സൈഡിലേക്ക് കാലിനെ ലിഫ്റ്റ് ചെയ്യുക. ഇങ്ങനെ. അതുപോലെ തന്നെ ഇടത് സൈഡിലെ കാലും നമ്മൾ ചെയ്യുക. ഇങ്ങനെ കാലിനെ സ്ട്രൈറ്റ് ആയി വലിച്ചു പിടിച്ചുകൊണ്ട് കാലിന്റെ മുട്ട് നേരെ സ്ട്രൈറ്റ് ആയി പിടിച്ചുകൊണ്ട് കാലിന്റെ ടോ നേരെ മുന്നിലേക്ക് ഫേസ് ചെയ്ത് കാലിനെ വലിച്ചു പിടിച്ചുകൊണ്ട് മുകളിലേക്ക് പൊക്കി സൈഡിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. ഒരു പ്രാവശ്യം കൂടെ. ഇതാണ് ബാക്ക് സൈഡ് ലിഫ്റ്റ്. ഇപ്പം ഇത്രയും ഇതാണ് ബാക്കിലേക്കുള്ള ഒരു എക്സസൈസ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം അബ്നോർമൽ ക്രച്ചസ്, റിവേഴ്സ് ക്രച്ചസ്, രണ്ടും കൂടിയുള്ള ഡബിൾ ക്രച്ചസ്, സൈഡ് ലെഗ് ലിപ്സ്, സൈഡ് റിവേഴ്സ് ലിപ്സ്, സൈഡ് അടുത്തത് നമ്മുടെ ബാക്ക് സൈഡ് ലിപ്സ്. ഇത്രയുമാണ് നമ്മളെ ഈ ആകാരത്തിന്റെ 7 എക്സസൈസുകൾ. അടുത്ത ദിവസം ഞാൻ ഈ 7 എക്സസൈസ് ഒന്നിച്ച് ചെയ്ത് കാണിക്കുന്നതാണ്.
കൂടുതൽ സമയം എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് കുറച്ച് സമയം മാത്രമേ ഈ മീഡിയയിലേക്ക് ഇടാൻ ഇപ്പോൾ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എക്സസൈസ് കുറച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്കിലെ എക്സസൈസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളുടെ ബാക്കിലത്തെ സൈഡിലെ പേശികൾക്ക് നല്ല വലിവുണ്ടാവുകയും മാംസപേശികളെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ അബ്നോർമൽ ക്രച്ചസ് നമ്മളുടെ ശരീരത്തിലെ വയറിലെ, അത് പ്രത്യേകിച്ചും നമ്മളുടെ ഉദരഭാഗത്തെ പേശിയെ വലിച്ച് മുറുക്കുകയും അവിടുത്തെ പേശികൾക്ക് നല്ല വലിവുണ്ടാകുകയും അവിടുത്തെ മാംസപേശികൾ ഉറച്ച് ശരീരത്തിന് നല്ല ഷേപ്പ് ഉണ്ടാകുകയും ചെയ്യുന്നു. ലെഗ് സൈഡ് ലിപ്സ് കാലിലെ പേശികൾക്ക് നല്ല വലിവുണ്ടാവുകയും അവിടുത്തെ പ്രത്യേകിച്ച് തുടയിലെ മാംസപേശികളുടെ വണ്ണം കുറച്ച് മാംസപേശികൾക്ക് നല്ല ഉറപ്പുണ്ടാകുകയും കാലിന് നല്ല ഷേപ്പ് വരികയും ചെയ്യുന്നു. സൈഡ് ലിപ്സ് ഈ സൈഡിലെ പേശികൾക്ക് നല്ല വലിവുണ്ടാകുന്നു. ഒപ്പം ഇവിടെ നല്ല ഷേപ്പ് വരികയും മാംസപേശികൾ ഉറച്ച് ഈ സൈഡിലെ പേശികൾ നല്ലതായിട്ട് വലിഞ്ഞ് നല്ല ഷേപ്പ് നമുക്ക് ഈ രണ്ട് ഭാഗങ്ങൾക്കും ലഭിക്കുന്നു. ഡബിൾ ക്രച്ചസ് നമ്മുടെ ശരീരത്തെ മൊത്തമായും പേശികൾക്ക് നല്ല വലിവുണ്ടാകുകയും നല്ല ആകാര വടിവിന് അനുസരിച്ച് നമ്മളുടെ ബോഡിക്ക് നല്ല ഷേപ്പും ആകൃതിയും തരികയും നല്ല ബലവത്താക്കുകയും ചെയ്യുന്നു. ബാക്ക് സൈഡ് ലിപ്സ് നമ്മുടെ മുതുകു ഭാഗത്തെയും ഈ തോൾ ഭാഗത്തെയും പേശികൾക്ക് നല്ല വലിവും അതുപോലെ നമ്മുടെ കാലിന്റെ ഇങ്ങോട്ടുള്ള ഈ ഹിപ്പ് തൊട്ട് ഇങ്ങോട്ടുള്ള പേശികൾക്ക് നല്ല വലിവുണ്ടാകുകയും ഇവിടെ നല്ല മാംസപേശികൾ ഉറച്ച് നല്ല പേശികൾക്ക് വലിവുണ്ടാകുകയും നല്ല ബോഡിയെ നല്ല സ്ട്രോങ് ആക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മളുടെ ശരീരത്തിനെ മൊത്തമായും നല്ല രീതിയിലുള്ള ഒരു വ്യായാമമാണ് ഈ ആകാരത്തിലെ 7 എക്സസൈസുകളും. ഇത് നമ്മൾക്ക് നല്ല രീതിയിൽ എല്ലാ ദിവസവും രാവിലെ ചെയ്തു കഴിയും. ഈ 7 എക്സസൈസുകളും നമുക്ക് രാവിലെ ചെയ്യാവുന്നതാണ്. നന്നായി ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് നല്ല ആകാര വടിവും നല്ല ആരോഗ്യമുള്ള ശരീരവും സൗന്ദര്യവും നമ്മൾക്ക് ലഭിക്കുന്നതാണ്. ഈ പ്രവണത നമ്മളുടെ ശരീരത്തിലേക്ക് ആവരണം ചെയ്താൽ നമ്മൾക്ക് എല്ലാ ദിവസവും എല്ലാ പ്രവർത്തനങ്ങളിലേക്കും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു പോകുവാനുള്ള ഒരു പ്രവണത നമ്മളുടെ ശരീരം ആഗിരണം ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ഈ 7ാമത്തെ എക്സസൈസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾക്ക് ആകാരം കഴിഞ്ഞാൽ ശരീര സംസ്തുതിയാണ്. അതിലേക്കുള്ളത് അടുത്ത ക്ലാസ്സിന്. അതിനു മുന്നേ ഈ 7 എക്സസൈസുകളും 1 by 1 ആയിട്ട് ഒന്നുകൂടി ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ നന്നായി ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും നല്ല രീതിയിലുള്ള എക്സസൈസ്, എന്നാൽ ഇത് കാഠിന്യമേറിയതാണ്, എന്നാൽ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഇത് ഈ മീഡിയയിലേക്ക് ഇട്ട് തന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും എല്ലാ ദിവസവും ഇത് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വളരെ ലളിതമായ രീതിയിലാണ് ഈ എക്സസൈസിന്റെ ഓരോ ചലന ഭാഗങ്ങളും ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഈ മീഡിയയിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. ഈ എക്സസൈസുകൾ എല്ലാവരും രാവിലെ ചെയ്ത് നമ്മളുടെ ശരീരത്തെ വളരെ സ്ട്രോങ് ആക്കുക. അതാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മളുടെ ശരീരത്തിന് നല്ല ആരോഗ്യവും ആരോഗ്യം കൂടുതലായുള്ള ഒരു ശരീരത്തിന് ആയുസ്സും കൂടുതലുണ്ടാവും എന്നുള്ള ഒരു രീതിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നല്ല ശരീരത്തിൽ നല്ല ആകാരത്തോടുകൂടി നല്ല രീതിയിലുള്ള ഒരു ശരീര സംസ്തുതി, നല്ല രീതിയിലുള്ള ഒരു ശരീര വടിവ്, നല്ല രീതിയിലുള്ള ഒരു സൗന്ദര്യത്തെ ആഗിരണം ചെയ്യുന്നു. അപ്പം ഈ നല്ല രീതിയിലുള്ള ഈ പ്രവർത്തനത്തിലേക്ക് ഇനിയും പല പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ രീതി പോലെയുള്ള വളരെ ലളിതമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇട്ടു തരുവാനായിട്ട് ഞാൻ ഈ മീഡിയയിലേക്ക് വരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി പാറുക്കുട്ടി മീഡിയയിലേക്ക് എല്ലാവരെയും സസ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും പാറുക്കുട്ടി മീഡിയയുടെ എല്ലാവിധ സ്നേഹ ആശംസകളും നൽകിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ പൂർണ്ണമാക്കുന്നു. അടുത്ത ദിവസം നമ്മൾക്ക് ആകാരത്തിന്റെ ഈ 7 എക്സസൈസുകൾ ഞാൻ 1 by 1 ആയിട്ട് ഇട്ടു തരുന്നതാണ്. അതിനുശേഷമേ ശരീര സംസ്കൃതിയിലേക്ക് ഞാൻ പോകുകയുള്ളൂ. ഒരിക്കൽ കൂടി പാറുക്കുട്ടി മീഡിയയിലേക്ക് നിങ്ങളെ ഏവരെയും സസ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഞാനിവിടെ പൂർണ്ണമാക്കുന്നു.